അപ്പോൾ നമ്മുടെ നറൂട്ടോ ചാപ്റ്റർ 2 എപ്പോൾ വരും, എന്തൊക്കെ വരുമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ കിറ്റാച്ചി ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു ഏരിയയും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നറൂട്ടോയുടെ ഒരു അറൈവൽ ആനിമേഷനും കൂടെ വരുന്നുണ്ട്. പിന്നെ പുതിയ ഗോൾഡ് റോയൽ ബണ്ടിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിലെ സെറ്റിംഗ്സിന് ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുത്തിയിട്ടുണ്ട് സ്ക്രീന്. പിന്നെ നമ്മുടെ പലോമയുടെ സ്കില്ലൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിൽ വന്ന മാറ്റം എന്ന് പറയുന്ന നേരത്ത് ഓട്ടോ സ്വിച്ച് ബാക്ക് ടു വെപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഗൈസ്. എന്ന് പറയുന്ന നേരത്ത് നമുക്കിവിടെ ഗ്ലൂ ഇടാൻ നേരത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ വെപ്പൺ സ്വിച്ച് ആവും ഗൈസ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗ്ലൂ വാൾ ഇട്ടു. ഗ്ലൂ വാൾ ഇടാൻ നേരത്ത് നമ്മുടെ പഴയ അപ്ഡേറ്റ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ വരും. ഗ്ലൂ ഇട്ട് കഴിഞ്ഞ് സ്വിച്ച് ചെയ്യാനുള്ള സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഗ്ലൂ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ച് ആവും. നമ്മൾ വേറൊരു ബട്ടണോ കാര്യങ്ങളോ ഒന്നും പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് സ്വിച്ച് ആവും. പിന്നെ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്ന നേരത്ത് നമുക്കിവിടെ ഹൈ FPS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരത്തില്ലേ, അതിൻ്റെ അകത്ത് ഹൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ കാണാൻ പറ്റും ഗൈസ്. അത് നമ്മുടെ ഫ്രെയിം റേറ്റ് ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്ങും ലാഗും ഇല്ലാതെ ഏകദേശം ഇച്ചിരി സ്മൂത്തായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും ഗൈസ്. അത്യാവശ്യം നല്ലൊരു ഡിവൈസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടോക്കണിൻ്റെ കാര്യത്തിൽ ഇച്ചിരി ചേഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടോക്കൺ നമ്മുടെ അപ്പുറത്തെ സൈഡിലാക്കിയിട്ടുണ്ട്. ഇച്ചിരി നമ്മൾ ഓടേണ്ടി വരും ഗൈസ് ടോക്കണൊക്കെ കളക്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഇതുപോലെ ഓടേണ്ടി വരും. മിക്ക സ്ഥലത്തും ഇതുപോലെ ടോക്കണൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ് ഗരീനെ. അപ്പോൾ നമ്മുടെ പലോമയുടെ സ്കില്ല് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സ്കില്ലെന്ന് പറയുന്ന നേരത്തെ അഡീഷണൽ ആയിട്ട് 120 എമോയും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് പാക്കിൽ സൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആ സ്കില്ല് മാറ്റിയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സ്കില്ലെന്ന് പറയുന്ന നേരത്തെ നമ്മുടെ ഗ്ലൂ വാൾ ഡിസ്ട്രോയ് ചെയ്യത്തില്ലേ, നമ്മുടെ ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിക്കാൻ നേരത്തെ നമ്മുടെ വെപ്പൺ ഇച്ചിനൂടെ ആക്യുറസി കിട്ടും ഗൈസ്. അത് എത്ര ശതമാനം എന്ന് പറഞ്ഞിട്ടില്ല ഗരീന, എന്തായാലും നല്ല രീതിയിൽ തന്നെ ആക്യുറസി കിട്ടും ഗൈസ്. അപ്പോൾ നമ്മുടെ ഇമോട്ട് റോയൽ വരുന്നുണ്ട്. ഇമോട്ട് റോയലിനകത്ത് കൂടുതൽ ഇമോട്ട്സും കാര്യങ്ങളൊക്കെ അവർ ചേർത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ത്രോണിമോട്ട് വരുന്നുണ്ട് ഗൈസ്. നമുക്കപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഗൈസ്, നമ്മുടെ ത്രോണിമോട്ട് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കൈ ഡൈവിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മുടെ നേരത്തെ വീഡിയോ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ ഈ വീഡിയോയിലും കൂടെ ചേർത്തന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടോപ്പ് അപ്പ് ഇവന്റിൽ നമ്മൾ ഗ്ലൂവോളം നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ 8th ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നമുക്ക് ഈ ഇൻഫിനിറ്റി രൂപത്തിലിരിക്കുന്ന ഈ ഒരു ഇതിൻ്റെ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ മോട്ടോർ ബൈക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മോട്ടോർ ബൈക്കിന് റെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതും നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മുടെ ലൂട്ട് ബോക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ ഒരു ആകൃതിയിലുള്ള ഒരു ലൂട്ട് ബോക്സ് ആണ് ഗൈസ്. നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും കറക്റ്റ് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ ടോപ്പ് ക്രിമിനലിൻ്റെ ഒരു ബാറ്റിൽ കാർഡ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ക്രിമിനൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ക്രിമിനൽ ആയിരിക്കും ഗൈസ്. അതുകൂടാതെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് നമുക്ക് ഈ ഒരു വൈറ്റ് ജേഴ്സി കൂടെ കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മുടെ വൈറ്റ് ജേഴ്സി നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രീ ഫയറിലേക്ക് വരാൻ പോകുന്ന ഗോൾഡ് റോയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ അർബൻ അഡ്വഞ്ചർ ബണ്ടിൽ എന്നാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഫീമെയിൽ ബണ്ടിലിൻ്റെ പേര്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു ബണ്ടിൽ വരും, അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ബണ്ടിലായ അർബൻ എസ്കേപ്ഡ് ബണ്ടിൽ എന്ന് പറയുന്ന ഈ ഒരു ബണ്ടിൽ വരും ഗൈസ്. അപ്പോൾ ഇത് രണ്ടും വന്നില്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ബണ്ടിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഗൈസ്. പിന്നെ നമ്മുടെ നറൂട്ടോയുടെ ചാപ്റ്റർ 2 വരെയാണ് നമ്മുടെ ഫ്രീ ഫയറിലോട്ട്. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ബണ്ടിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ വരാൻ പോകുന്ന ഇമോട്ട്സിൻ്റെ പേരുകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഗൈസ്. എന്തായാലും ഇമോട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിലൂടെയായിട്ട് നമ്മൾ 1 വർഷത്തിൽ കൂടുതലായി, നമുക്ക് 13,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കിട്ടി ഗൈസ്. പക്ഷേ ഇതുവരെയായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ്റെ കമൻറ്റ് കൂടെ ചെയ്ത് പവർ ആക്കുക. അപ്പോൾ ഗൈസ് എനിക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് ഇട്ട് പവർ ആക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ നറൂട്ടോയുടെ ഫസ്റ്റ് അപ്ഡേറ്റ് വന്നപ്പോൾ നമ്മുടെ റിംനാം വില്ലേജ് ഈ ഒരു രൂപത്തിലായില്ലേ. അതുപോലെ തന്നെ നറൂട്ടോയുടെ സെക്കൻഡ് അപ്ഡേറ്റ് വരാൻ നേരത്തെ ബ്ലഡ് മൂൺ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലേസ് ആയി മാറും. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് ഓൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി.